വളരെ പ്രൊവാക്റ്റീവായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങളൊരു പദ്ധതി നടപ്പിലാക്കിയിട്ട് അതിൻ്റെ ഫോർമൽ ഇനോഗ്രേഷനാണ്. അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് വരും. ബേസിക്കലി നേച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രമായി പരിമിതപ്പെടുത്തുന്നതല്ല നമുക്ക് വേണ്ട സമയം. ഇവിടെ പലപ്പോഴും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരക്ഷിക്കേണ്ട വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഒരാളുടെ കാഴ്ചപ്പാട് മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതും തിരിച്ചും അങ്ങനെയുള്ള ഒരു അജണ്ടയായി നിർഭാഗ്യവശാൽ മാറി. അത് മാറിയിട്ട് എല്ലാവർക്കും കൂടെ ചേർന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. പരിസ്ഥിതി പ്രവർത്തകർ മാത്രമല്ല, മലയോര കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്നത് എല്ലാവരുടെയും കൂടെ ചേർന്നുള്ള ഒരു പ്രവർത്തനം ആവശ്യമായിട്ട്. ഇതിനു വേണ്ടി പലപ്പോഴും പരിസ്ഥിതി പ്രവർത്തകർ, പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്ന അവരുടെ ടെർമിനോളജി, അവരുടെ ഭാഷ ഇത് സാധാരണക്കാരന് മനസ്സിലാകുന്നില്ല. സാധാരണക്കാരനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബുദ്ധിമുട്ട്, അവൻ്റെ വേദന, വന്യമൃഗശല്യങ്ങൾ ഇതെല്ലാമാണ് അവൻ്റെ. അതുകൊണ്ട് ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയ വൈൽഡ് 100 സ്റ്റോറീസ് ഫോർ നേച്ചർ എന്നുള്ള ഒരു പ്രക്രിയ, സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വിഷ്വൽ ഡോക്യുമെന്റേഷൻ. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരെ കൊണ്ട് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള എല്ലാവർക്കും ബോധ്യപ്പെടുന്ന നമ്മുടെ ഇതിൻ്റെ മനോഹാരിത, അപൂർവത ഇതെല്ലാം കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. അതിലിപ്പോൾ 3 എപ്പിസോഡ് ഇപ്പോൾ ആയിട്ടുണ്ട്. നമ്മൾ 100 എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായി ഇതെല്ലാം ഡിജിറ്റൈസ് ചെയ്യേണ്ടതുണ്ട്. ഇത് മാത്രമല്ല, ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഗോത്ര വിഭാഗങ്ങളുടെ അറിവ് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വനാതിർത്തി വിട്ട് പ്രവർത്തിക്കുന്നവർ എന്നേ മറന്നു. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ജീവിത രീതിയും അത് വ്യത്യസ്തമാണ്. പിന്നെ ഗോത്രവിഭാഗങ്ങളുടെ അറിവ് അത് ഡോക്യുമെന്റ് ചെയ്യുന്നതിനോടൊപ്പം ഈ എല്ലാ കാര്യങ്ങളും പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടത് സിമ്പിൾ ലാംഗ്വേജിൽ ഡോക്യുമെന്റ് ചെയ്യാനും, അതൊരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ സ്കൂൾ തലങ്ങളിൽ തന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, എൻ്റെ സോഷ്യൽ ഫോറസ്ട്രി ക്ലബ് എന്ന പേരുണ്ട്, നേച്ചർ ക്ലബ് എന്ന പേരുണ്ട്, പല പേരുകളുണ്ട്. ഒരു പേര് കൊടുത്തിട്ട് നമ്മുടെ അടുത്ത തലമുറയിൽപ്പെട്ടവർക്ക് അവരതിലേക്ക് ആകർഷകരാകുന്ന നിലയിലേക്ക് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ട്, ബാക്കി എല്ലാവരും കൊടുക്കുന്നെങ്കിൽ ഇതിന് തീർച്ചയായിട്ടും ഗ്രേസ് മാർക്ക് ആവശ്യമാണ്. ആ ഒരു പ്രക്രിയയാണ് തുടങ്ങുന്നത്. ഇതുപോലെ ഇപ്പം നമുക്ക് IFFK ഉണ്ട്, ഭയങ്കര ഇന്റർനാഷണലി നോൺ ആയിട്ടുള്ള IFFK. പക്ഷെ ഈ ജാനുവരി മുതൽ ഞങ്ങൾ ഇന്റർനാഷണൽ നേച്ചറുമായി ബന്ധപ്പെട്ട കേവലം ഒരു ഫിലിം ഫെസ്റ്റിവൽ മാത്രമല്ല, അതിന് നേച്ചറുമായിട്ടുള്ള എല്ലാ കമ്പോണൻസും, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കാണും, ഫിലിം ഫെസ്റ്റിവൽ കാണും, അവിടെ ഗോത്രവിഭാഗങ്ങളുടെ അവരുമായി ബന്ധപ്പെട്ട് അവരുടെ, ഞാൻ ഈ പറഞ്ഞ പോലെ അവരുടെ സവിശേഷതകൾ ഉണ്ടായിരിക്കും. എല്ലാം കവറിങ്, എല്ലാ മേഖലയും കവർ ചെയ്ത ഒരാഴ്ചത്തെ പരിപാടിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് രൂപം കൊടുക്കുകയാണ്.
അത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ലോകപ്രസിദ്ധമാക്കുന്ന നിലയിലേക്കുള്ള ഒരു ഇവൻ്റാക്കി അതിനെ മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇപ്പം ഈ മേഖലയിൽ ഏറ്റവും പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി സുഗതകുമാരി ടീച്ചറാണ്. പക്ഷേ ടീച്ചർ മരിച്ചതിന് ശേഷം ആ നിലയിൽ അവരനുസ്മരിക്കപ്പെടുന്നില്ല. പിന്നെ ഇതിൻ്റെ ഭാഗമായി എല്ലാവരെയും കൂട്ടി യോജിക്കുന്നതിൻ്റെ ഭാഗമായി സുഗതകുമാരി ടീച്ചറിൻ്റെ ഒരു അനുസ്മരണം ഒരു കേരളത്തിൻ്റെ ആകെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അനുസ്മരണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ നോണായിട്ടുള്ള അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണ പരമ്പര, ഇതെല്ലാം ഒരു ഭാഗത്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, ഈ വനാതിർത്തിയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ബുദ്ധിമുട്ട്, പരിസ്ഥിതി വേഴ്സസ് വനാതിർത്തി ഫാർമർ എന്നുള്ളതാണ്. അത് പലർക്കും വളരെ ഇഷ്ടമാണ്. എന്ന് ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് തീരുന്നോ കുറേ എണ്ണത്തിൻ്റെ അജണ്ട അന്ന് തീരും. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു സഹകരണത്തിൻ്റെ പാത അല്ലെങ്കിൽ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് തന്നെ ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി മുൻപന്തിയിൽ നിൽക്കേണ്ട ഫസ്റ്റ് ഫ്രോണ്ടിയറിൽ നിൽക്കുന്നത് കർഷകരാണ്. അവരുടെ പ്രശ്നങ്ങളോട് മനസ്സിലാക്കി അവർക്ക് പരിഹാരം കാണുക എന്നുള്ള വലിയ ദൗത്യമാണ് ഏറ്റെടുക്കുന്നത്. അവിടെ സ്മാർട്ട് അഗ്രികൾച്ചർ, ഞങ്ങൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് റെമ്യൂണറേറ്റീവായിട്ടുള്ള അവർക്ക് വരുമാനം കിട്ടുന്ന മെച്ചപ്പെടുന്ന അഗ്രികൾച്ചറിലേക്ക് പോകാനും അവിടെ ഇപ്പം തന്നെ നമുക്കിതിന് തടയിടുന്ന കൃഷി രീതികൾ, ഏറ്റവും പ്രധാനപ്പെട്ട മഞ്ഞൾ ഇടുന്നിടത്തേക്ക് പിന്നെ ആന വരുന്നില്ല, മറ്റ് മൃഗങ്ങൾ വരുന്നില്ല. ഇഞ്ചി കൃഷി ചെയ്യാം. അതുപോലെ തന്നെ ലെമൺ ഗ്രാസ്, ഇങ്ങനെ പല ഇതുണ്ട് ഗ്ലോബലി പ്രൂവ്ഡ് ആയിട്ടുള്ള. അതായത് അവരിന്ന് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന് പരിഹാരവും ഹയർ പ്രൊഡക്ടിവിറ്റി, ഹയർ ഈൽഡ് കിട്ടുന്ന ഇനങ്ങൾ അവരിലേക്ക് എത്തിക്കുകയും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിന് തടയിടുന്ന ആ രീതി വഴി അവർക്ക് വരുമാനം ഉണ്ടാവും, അത് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഒരു ഓൾട്ടർനേറ്റ് ഇൻകം അവർക്ക് കണ്ടെത്തി കൊടുക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ്. ഇപ്പോൾ പലയിടത്തുണ്ട്, ബൈക്കേഴ്സ് പോകുന്നുണ്ട്, ബാക്ക് പാക്കുമായി പോകുന്നു, വനത്തിനകത്ത് താമസിക്കുന്ന ഇന്ത്യയിൽ പല മോഡൽസ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വനാതിർത്തിയിൽ താമസിക്കുന്ന കർഷകരുടെ വീടുകൾ അവരുമായിട്ട് ചർച്ച ചെയ്ത് വീടുകളിൽ ഇങ്ങനെയുള്ളവർക്ക് വന്ന് താമസിക്കാനുള്ളൊരു സൗകര്യം ഒരുക്കുകയും അവർക്ക് ഫോറസ്റ്റിനകത്തോട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്കൊരു എക്സ്ക്ലൂസീവ് ട്രെയിൻ, അത് ഏതൊക്കെ ഏരിയയിൽ വേണോ എങ്ങനെ വേണോ എന്നുള്ളത് പിന്നീട് ചെയ്യും. അന്നേരം ഇവർ വന്ന് താമസിക്കുന്നത് അതിലൊക്കെ റെസ്ട്രിക്റ്റഡ് നമ്പറേ കാണത്തുള്ളൂ, നമുക്ക് യഥേഷ്ടം ആൾക്കാർ വരാൻ പറ്റില്ല. പക്ഷേ അവിടെ അനാതിർത്തിയിൽ താമസിക്കുന്ന കർഷകന് ഒരു വരുമാനവും കൂടെ കിട്ടുന്ന നിലയിലേക്ക് ഒരു റെസ്പോൺസിബിളായിട്ടുള്ള ഒരു റിസ്ട്രെയിൻഡ് നമ്പറിലുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നു. അതായത് സമഗ്ര മേഖലയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിക്കാണ് നമ്മൾ തുടക്കം കുറിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഈ വൈൽഡ് 100. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്കത് ഇൻഫർമേറ്റീവ് ആകും. വളരെ സിംപ്ലിഫൈഡ് ലാംഗ്വേജിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്.